ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വീട്ടിൽ ചുമ്മാതിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സഞ്ജനെ കാണാനൊന്ന് പോകാമെന്ന്. അങ്ങനെ ശില്പയും ഞാനും കൂടെ സഞ്ജനെ കാണാനായിട്ട് അവളിപ്പോൾ ഒരു അക്വേറിയത്തിൽ ജോലിക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. വീട്ടിൽ ഇരുന്ന് ബോറടിച്ചത് പോലും. പിന്നെ അവൾക്ക് ഈ പട്ടി പൂച്ച മീൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഈ ജോലി. ഇങ്ങനെ നമ്മൾ സഞ്ജനെ കാണാനായിട്ട് വന്നതാണ്. സഞ്ജനെ കാണാൻ വന്നതല്ല, മീൻ മേടിക്കാൻ വന്നത്. എൻ്റെ പിള്ളേർക്കും എൻ്റെ അണ്ണനും മീനെന്ന് പറഞ്ഞാൽ പ്രാന്ത, മീൻ പ്രാവ് ഇതിനൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്കാണെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. എൻ്റെ മൂത്തവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ വളർത്തൽ, അവർ അച്ഛനെ പോലെ തന്നെ. പക്ഷേ ഇളയത് എൻ്റെ ചെറിയൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. കാരണം കുഞ്ഞായിരുന്ന സമയത്ത് ഈ മീനെ പിടിച്ചിട്ട് വാലി പിടിച്ചിട്ട് കീറിയും വെക്കും. അവരൊരു സൈക്കോ സ്വഭാവമായിരുന്നു കേട്ടോ അവർ. ഇപ്പം ഇച്ചിരി മാറി, ഇച്ചിരി അല്ല ഇച്ചിരി ഒരുപാട് മാറി. ഇപ്പോൾ എന്തായാലും വന്നതല്ലേ, രണ്ട് കുഞ്ഞു മീനും കൂടെ അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കയറി വന്നപ്പോൾ കുറേ പ്രാവുകളും ഇഗ്വാനയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊന്നും പേരെനിക്ക് അറിയത്തില്ല, എന്തൊക്കെയോ സൈസ് കിളികളാണ്. എന്ത് വില കൂടിയതാണെന്ന് തോന്നുന്നു. പിന്നെ എലിയാണോ മുയിലാണോ എന്ന് അറിയാൻ വയ്യ. ഞങ്ങളെ കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ട് പേടിയില്ലാത്ത രണ്ട് പൂച്ചകൾ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കണ്ട് ചെറിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിനേക്കാൾ ചിറച്ചിലങ്ങോട്ട് കാണിച്ചപ്പം മാറി ഇവിടെ പോയി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്താണോ എന്തോ എനിക്കറിയാൻ പറ്റും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മുള്ളമ്പന്തിയാന്ന് തോന്നുന്നു, അല്ലല്ല ഇത് വേറെ എന്തോ ആയിരുന്നു. പിന്നെ നമ്മൾ മീൻ നോക്കി, എന്തൊക്കെയോ മീൻ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാരണം. പിന്നെ ഞാൻ സാരി ഗപ്പി മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഇടാനായിട്ടൊരു ബൗളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മീനെയൊക്കെ വാങ്ങി സഞ്ജനയ്ക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.